ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഡൽഹിയിലുള്ള ഹുമയൂൺ ടോംബ് കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ നല്ലൊരു രസക്കാഴ്ച ഉണ്ടായി. കാരണം ഫോറിനേഴ്സിന് കുറച്ച് പൈസ കൂടുതലാണ്, നമുക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ഞാൻ വിചാരിച്ചത് ഇപ്പത്തുന്നു, പക്ഷേ ഇപ്പം എത്തില്ല ഗൈസ്. കാരണം ഒരു ലോഡ് നടക്കാണ്ട്. നടന്ന് ഉപ്പാട് കൊടുക്കുന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി ഗൈസ്, കാരണം അത്രയും നടക്കാണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് റീൽസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് ഇതൊരു ഗാർഡൻ സെറ്റപ്പാണ് കേട്ടോ. കാരണം ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ ശവകുടീരം സെറ്റ് ചെയ്തേക്കാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു അഴുക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല, വെൽ ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ വെൽ ക്ലീൻഡാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ഞാൻ ഈ മലയാറ്റൂർ മല കയറി എന്നിട്ട് മേളിലോട്ട് വായും പൊളിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. കാരണം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ താജ്മഹൽ ഇത് ഒന്നാന്ന് തോന്നും. കാരണം ഇതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയേക്കണം, വേറൊരു വ്യത്യാസമില്ല. ഇത് റെഡ് അത് വൈറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് 8 വർഷം കൊണ്ട് പണിതിട്ടുള്ള നിർമ്മിതിയാണ് കേട്ടോ. അപ്പോൾ ആലോചിക്കണം അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പേർഷ്യൻ വാസ്തുവിദ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുഗൾ അറിയാലോ, എന്താ പറയുക, നമ്മുടെ ഹുമയൂണിൻ്റെ ഭാര്യ ഹമീദ ബീഗം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അത് ഇത്രയും ഫേമസ് ആവുമെന്ന് നമ്മളല്ല അവരാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ. ശരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് ഇരുന്നു ഗൈസ്. കാരണം നടന്ന് ഊപ്പാടിളകി. അപ്പോൾ നമ്മൾ ഈ ചെറിയ ശരീരമായിട്ടുള്ളത് കൊണ്ട് നടന്ന് വയ്യാണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നു. ഒരു രക്ഷയില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. ആംബിയൻസ് പൊള്ളിയാണ് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പെയ്യും മഴ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ കിളിയും കാര്യങ്ങളൊക്കെ, കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. നല്ല മഴക്കാറുണ്ട് കേട്ടോ. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ പെയ്യാൻ നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല കാറ്റും തണുത്ത കാറ്റാണ് വീശുന്നത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു. പക്ഷേ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവകുടീരം, അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാള്, ഷൂസ്, തലപ്പാവ് അങ്ങനെയൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എൻജോയ് ചെയ്യണം കേട്ടോ. കാരണം അസാധ്യ ആംബിയൻസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണണം കേട്ടോ ഗൈസ്. കാരണം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ കാണണ്ടാന്ന് വിചാരിച്ച് പോയിരുന്നെങ്കിൽ ശരിക്കും മിസ്സായാണ്. പക്ഷെ ഇത്രയും നടന്ന് ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നപ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മഴ പെയ്യാൻ പോവാണ്, നല്ല മഴക്കാരുണ്ട്. ഇപ്പോൾ ചെറുതായി തൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുടയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പണി കിട്ടി എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതൊരു എത്തും പിടിയില്ല. അങ്ങനെ നല്ല മണ്ണിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. കാരണം മഴ തൂളുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല മണ്ണിൻ്റെ മണം. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു ടോമ്പിൻ്റെ മേളിലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നൂറോളം വരുന്ന ശവകുടീരങ്ങൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാൻ പാടില്ല. ഇതിൻ്റെ മേളിൽ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കതൊന്നും വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ഹുമയൂൺ ടോംബ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ നല്ല പൊടിക്കാറ്റ് വീശുന്നുണ്ട്. ഡെയിലി പൊല്യൂഷൻ ഞാൻ പറയണ്ടല്ലോ. അപ്പം വെറുതെ പണി ആരൊന്നും മേടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അലർജിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കൊളാവും ഗൈസ്. അപ്പം നമ്മൾ നൈസായിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പതുക്കെ ചലിച്ചു തുടങ്ങാണ്. കാരണം നല്ല മഴ പെയ്യും, ഇപ്പോൾ പെയ്യും, നമ്മുടെ കയ്യിൽ കുടയില്ല. അപ്പോൾ പണി കിട്ടണ്ട. അപ്പോൾ വേഗം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ബോറാവും. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കയറ്റിയേക്കുന്നത്. അപ്പം ഇനി നമ്മൾ നേരെ റൂമിലോട്ട് എത്താം, ഫുഡ് കഴിക്കുക, ഫ്രഷ് ആവുക, ചാച്ചാ. ഇതിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നാളെ പോവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.